അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹാനായ വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു രാജാവായിരുന്നില്ല, വലിയ സമ്പന്നനായിരുന്നില്ല, പക്ഷേ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. ആ മഹാനാണ് നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ കൂട്ടുകാരെ, ഇസ്ലാം വരുന്നതിന് മുമ്പ് അറേബ്യയിലെ ജാഹിലിയ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ജനങ്ങൾ വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്നു. ശക്തൻ ദുർബലനെ പീഡിപ്പിച്ചു. അനീതിയും അക്രമവും സാധാരണമായിരുന്നു. ചിലർ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരത പോലും ചെയ്തിരുന്നു. അത്തരമൊരു ഇരുണ്ട കാലഘട്ടത്തിലാണ് അള്ളാഹു മനുഷ്യരാശിയെ വഴികാട്ടിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. മക്കയിൽ ബനു ഹാഷിം കുടുംബത്തിൽ അബ്ദുല്ലാഹിൻ്റെയും ആമിനയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ജനിക്കുന്നതിന് മുമ്പേ പിതാവ് അബ്ദുല്ല മരണപ്പെട്ടു. 6-ാം വയസ്സിൽ മാതാവ് ആമിനയും നഷ്ടമായി. പിന്നീട് മുത്തച്ഛൻ അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ തോലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ഇത്രയേറെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നിരാശനായില്ല. ബാല്യത്തിൽ ആടുകളെ മേയ്ക്കുകയും പിന്നീട് കച്ചവടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സത്യസന്ധതയും വിശ്വസ്തതയും കാരണം ജനങ്ങൾ അദ്ദേഹത്തെ അൽ-അമീൻ എന്നും അസ്-സ്വാദിഖ് എന്നും വിളിച്ചിരുന്നു. 25-ാം വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ പിന്തുണയായിരുന്നു. 40-ാം വയസ്സിൽ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ആദ്യ വെളിപാട് കൊണ്ടുവന്നു. ഇഖ്റ വായിക്കുക, അതാണ് ഖുർആനിൻ്റെ ആദ്യ സന്ദേശം. അതിനുശേഷം നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഒരേയൊരു അള്ളാഹുവിനെ ആരാധിക്കാൻ ക്ഷണിച്ചു. എന്നാൽ ഖുറൈശികൾ ശക്തമായി എതിർത്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളെയും പീഡിപ്പിക്കുകയും കല്ലെറിഞ്ഞും അധിക്ഷേപിച്ചും സാമൂഹിക ബഹിഷ്കരണം ഏർപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികാരത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തില്ല, ക്ഷമയുടെയും സഹനത്തിൻ്റെയും വഴിയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത്. പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. അവിടെ ഒരു നീതിയുടെ സമൂഹം കെട്ടിപ്പടുത്തു. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരേപോലെ നീതി ഉറപ്പാക്കി. മക്ക വിജയം നേടിയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരം ചെയ്തില്ല. വർഷങ്ങളോളം ഉപദ്രവിച്ച പലരോടും അവിടുന്ന് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലില്ല, നിങ്ങൾക്ക് എല്ലാവരും സ്വതന്ത്രരാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം. പ്രിയ കൂട്ടുകാരെ, നബിയുടെ ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? സത്യം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അധ്യാപകരെ ആദരിക്കുക, പാവങ്ങളെ സഹായിക്കുക, ആരോട് അനീതി ചെയ്യാതിരിക്കുക, ക്ഷമയും കരുണയും കൈവിടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് വാക്കുകൾ മാത്രമല്ല, അവിടുത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്ന് ജീവിക്കാനും നല്ല സ്വഭാവമുള്ള മുസ്ലിങ്ങളാകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ